ഒരടിപൊളി കോഫിയുടെയും മമ്മൂട്ടിയുടെ കളങ്കാവ് മൂവിയുടെയും വിശേഷമായാലോ? വീക്കെൻഡ് ആയപ്പോൾ ഒരു സിനിമ കാണാനും ചായ കുടിച്ചതങ്ങ് തുടങ്ങാനും നേരെ ഫോറം സ്റ്റാർബക്സിലേക്കാണേ പോയേ. അവിടുത്തെ സ്വീറ്റ് ആൻഡ് കൂൾ ചായ കുടിച്ച ശേഷം നേരെ വിട്ടത് PVR ലെക്സിലേക്കാണേ. ഇവിടുന്ന് ചായയും കുടിച്ച് അവിടെ പോയി നൈറ്റ് ഷോയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ഉന്മേഷമാണ്. അതിന് അവിടുന്ന് തന്നെ കോഫി കുടിക്കണമെന്നില്ല, എവിടുന്ന് ചായ കുടിച്ചാലും ചായ ഒരു എനർജി തന്നെയാണ്. ഫോറം മാൾ ക്രിസ്മസിനായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഇത്. PVR ലെക്സിനെ പറ്റി പിന്നെ പറയണ്ടല്ലോ. സ്ഥിരം ലേറ്റ് കമേഴ്സായ ഞങ്ങൾ ആ ടാഗ് ലൈൻ അങ്ങ് തിരുത്തി നേരത്തെ തന്നെ എത്തിയിരുന്നേ. കളങ്കാവ് മൂവി ഒരു ഡീസന്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. കില്ലിംഗ് അഡിക്ഷനുള്ള ഒരു സീരിയൽ കില്ലറിന്റെ കഥ. തിരുവനന്തപുരം തമിഴ്നാട് ലൊക്കാലിറ്റിയിൽ നടക്കുന്ന വുമൺ മിസ്സിങ്ങും അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുന്ന ബുദ്ധിമാനായ ക്രിമിനലിന്റെ കഥ. പടം തുടങ്ങി ഫസ്റ്റ് ഹാഫ് തന്നെ നായകനെയും വില്ലനെയും പറ്റിയുള്ള ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിനേക്കാൾ നന്നായി തോന്നി. ഫസ്റ്റ് ഹാഫിൽ നല്ല ട്വിസ്റ്റ് ഉണ്ട്, ബട്ട് ക്ലൈമാക്സിൽ അത്ര ഇമ്പാക്റ്റ് ഉണ്ടായില്ല. കാരണം ക്ലൈമാക്സ് എന്തായിരിക്കുമെന്ന് നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റും. ഇതൊരു ഫാമിലി മൂവിയോ എന്റർടൈനിങ് മൂവിയോ അല്ല, ഫുൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മൂവി എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമാവണമെന്നില്ല. മമ്മൂക്കയുടെ അഭിനയമാണ് പടത്തിന്റെ ഹൈലൈറ്റ്. പടമൊക്കെ കണ്ടിറങ്ങിയപ്പോൾ ആളനക്കമില്ലാത്തൊരു മോളും കാണാൻ പറ്റി.